ആദ്യ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ഒരു രഹസ്യ ലബോറട്ടറിയിൽ നിന്നും അമാനുഷിക ശക്തികളുമായി രക്ഷപ്പെട്ട 8 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. മിസ്റ്റർ ചോയിയും സംഘവും കാട്ടുനായ്ക്കളെയും കൂട്ടി കാട് മുഴുവൻ ടോർച്ച് ലൈറ്റുകൾ ഉപയോഗിച്ച് തിരഞ്ഞെങ്കിലും അവൾ അവരുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പരുക്കേറ്റ നിലയിൽ അവളെ കണ്ടെത്തിയ ഒരു കർഷക ദമ്പതികൾ സ്വന്തം മകളായി സ്വീകരിച്ച് ജായൂൻ എന്ന പേരിൽ അവളെ വളർത്തുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും അമ്മയുടെ ചികിത്സയ്ക്കുമുള്ള പണം കണ്ടെത്താനായി ജായൂൻ ഒരു നാഷണൽ TV റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയാണ്. എന്നാൽ അവിടെ വെച്ച് അറിയാതെ തന്റെ അമാനുഷിക കഴിവുകൾ പ്രകടിപ്പിച്ചതോടെ 10 വർഷമായി അവളെ തിരഞ്ഞു നടന്നവർ ഒടുവിൽ അവൾ എവിടെയാണെന്ന് കണ്ടെത്തുകയാണ്. ഇനി ജായൂണിന്റെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക? ഒട്ടും സമയം കളയാതെ നമുക്ക് കഥയുടെ 2ാം ഭാഗത്തിലേക്ക് കടക്കാം. റിയാലിറ്റി ഷോയുടെ അടുത്ത റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജായൂണും അവളുടെ സുഹൃത്ത് മ്യൂഹിയും ട്രെയിനിൽ സിയോളിലേക്ക് യാത്ര തിരിക്കുകയാണ്. യാത്രക്കിടെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കോട്ട് ധരിച്ച യുവാവ് അവരുടെ അടുത്തേക്ക് വരികയാണ്. സ്വയം നോബിൾമാൻ എന്നാണ് അവൻ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഈ കൂടിക്കാഴ്ച ജായൂണിന്റെ ജീവിതം വീണ്ടും മാറി മറിയാൻ പോകുകയാണെന്ന് അപ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നു. നോബിൾമാൻ ജായൂണിന്റെ അടുത്ത് വന്നിരുന്ന് അവളെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവളെ വിച്ച് എന്ന് വിളിച്ചുകൊണ്ട് പഴയ ലബോറട്ടറിയെ കുറിച്ചുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ജായൂണിന് അതൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ച് അവൾ പേടിച്ച് കരയുന്നുണ്ട്. ജായൂൺ അഭിനയിക്കുകയാണെന്ന് കരുതിയ നോബിൾമാൻ അവളെ അടിക്കാൻ പോകുന്നത് പോലെ കൈ ഉയർത്തുന്നുണ്ട്. പക്ഷേ അവസാന നിമിഷം കൈ മാറ്റി നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുകയാണ് ചെയ്തത്. TV ഷോയിൽ ജായൂണിനെ കണ്ടതോടെ ലബോറട്ടറിയുടെ തലവിയായ ഡോക്ടർ ബേക്ക് വലിയ ആവേശത്തിലാകുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ലബോറട്ടറിയിൽ സൃഷ്ടിച്ചതിൽ ഏറ്റവും ബുദ്ധിയും അമാനുഷിക ശക്തിയുമുള്ള ഒരു കുട്ടിയായിരുന്നു ജായൂൺ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അവളെ ജീവനോടെ തിരികെ കൊണ്ടുവരണമെന്ന് ഡോക്ടർ ബേക്ക് ഉത്തരവിടുകയാണ്. എന്നാൽ 10 വർഷം മുമ്പ് ജായൂണിനെ നേരിട്ട മിസ്റ്റർ ചോയി അതിനെ ശക്തമായി എതിർക്കുകയാണ്. ജായൂൺ എത്രത്തോളം അപകടകാരിയാണെന്ന് തനിക്ക് നന്നായി അറിയാമെന്നും അവളെ ജീവനോടെ വിടുന്നത് വലിയ അപകടമാകുമെന്നും അവൻ പറയുന്നുണ്ട്. ഒടുവിൽ ഡോക്ടർ ബേക്ക് നോബിളിനോടും സംഘത്തോടും ജായൂണിനെ കണ്ടെത്തി ജീവനോടെ കൊണ്ടുവരാൻ പറയുകയാണ്. റിയാലിറ്റി ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജായൂണിനെ ചില സ്യൂട്ട് ധരിച്ച ആളുകൾ തട്ടിക്കൊണ്ടു പോകാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കൂട്ടുകാരി മ്യൂഹി ഉറക്കെ ബഹളം വെച്ചതോടെ അവർ മാറുകയും ജായൂൺ അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. വീട്ടിലെത്തിയതിന് പിന്നാലെ അവളുടെ തലവേദന വീണ്ടും കഠിനമാകുന്നു. അപ്പോഴാണ് തന്റെ ശരീരത്തിന്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും സമയം വളരെ കുറവാണെന്നും ജായൂണിന് മനസ്സിലാകുന്നത്. അർദ്ധരാത്രിയായപ്പോൾ ഒരു സംഘം കൊലയാളികൾ ജായൂണിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയാണ്. അവർ വീടിനുള്ളിലെ എല്ലാം തകർത്തുകൊണ്ട് അവളുടെ അച്ഛനെയും അമ്മയെയും ക്രൂരമായി കെട്ടിയിട്ട് ബന്ദികളാക്കുകയാണ്. അതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ജായൂണിന്റെ കൂട്ടുകാരി മ്യൂഹിയെയും അവർ പിടികൂടി കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. സ്വന്തം പ്രിയപ്പെട്ടവർ അപകടത്തിൽപ്പെട്ടത് കണ്ട ജായൂൺ ഒന്നും ചെയ്യാനാകാതെ ഭയന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് സംഘത്തിന്റെ ലീഡർ അവളെ നോക്കി, ഈ കളി അവസാനിപ്പിച്ച് നിന്റെ യഥാർത്ഥ ശക്തി പുറത്തെടുക്ക്, ഇല്ലെങ്കിൽ നിന്റെ കൺമുന്നിൽ വെച്ച് നിന്റെ കൂട്ടുകാരിയെ കഴുത്തറുത്ത് കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി. തന്റെ കൂട്ടുകാരിയുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലായ നിമിഷം ജായൂണിന്റെ ഭാവം പൂർണ്ണമായി മാറുകയാണ്. അതുവരെ പേടിച്ച് കരഞ്ഞുകൊണ്ട് നിസ്സഹായയായി നിന്നിരുന്ന ആ പെൺകുട്ടി ഒറ്റ നിമിഷം കൊണ്ട് മറ്റൊരാളായി മാറുകയാണ്. അവളുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വരികയാണ്. ആ മാറ്റം കണ്ട കൊലയാളികൾ പോലും ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലാകുകയാണ്. എന്നാൽ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ജായൂൺ മുന്നിൽ നിന്നിരുന്ന കൊലയാളിയുടെ കയ്യിൽ നിന്നും തോക്ക് തട്ടിയെടുത്ത് ഒറ്റ വെടിക്ക് അവരെ കൊന്നുകളയുകയാണ്. അതിനുശേഷം അവിടെ നടന്നത് ഒരു സാധാരണ പോരാട്ടമായിരുന്നില്ല. ജായൂണിന്റെ യഥാർത്ഥ ശക്തി പുറത്തു വന്നതോടെ നിമിഷങ്ങൾക്കകം അവിടെ ഉണ്ടായിരുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള കൊലയാളികൾ ഓരോരുത്തരായി കൊല്ലപ്പെടുകയാണ്. ആർക്കും അവളെ തടയാനോ അവളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ കഴിഞ്ഞിരുന്നില്ല.
ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ മുഴുവൻ നിശബ്ദമാകുകയാണ്. ഈ കാഴ്ച കണ്ട അവളുടെ കൂട്ടുകാരി മ്യൂഹി പേടിച്ച് വിശ്വസിക്കാനാകാതെ ഞെട്ടി നിൽക്കുകയാണ്. അടുത്ത സീനിൽ നോബിൾമാൻ അവിടേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത്. അവന്റെ കൂടെ വന്നവൻ മരിച്ചു കിടക്കുന്നത് കണ്ട് അവൻ കൈയടിച്ചുകൊണ്ട് ഇത് തന്നെയാണ് നിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അവൻ ജായൂണിനോട് ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. അവളുടെ തലച്ചോറിന് ഗുരുതരമായ തകരാറുണ്ടെന്നും ഈ കഠിനമായ തലവേദന ഉടൻ തന്നെ അവളുടെ ജീവൻ എടുക്കുമെന്നും പറയുന്നുണ്ട്. അതിനുള്ള മരുന്ന് ഡോക്ടർ ബേക്കിന്റെ ലബോറട്ടറിയിൽ മാത്രമാണെന്നും ജീവിക്കണമെങ്കിൽ തങ്ങളുടെ കൂടെ വരണമെന്നും അവൻ പറയുന്നു. മാത്രവുമല്ല, കുടുംബത്തിന് ഒരു അപകടവും സംഭവിക്കില്ലെന്ന് അവൻ ഉറപ്പും നൽകുന്നുണ്ട്. ഒടുവിൽ സ്വന്തം ജീവനും കുടുംബത്തിന്റെ സുരക്ഷയും കണക്കിലെടുത്ത് ജായൂൺ നോബിൾമാനോടൊപ്പം ലബോറട്ടറിയിലേക്ക് പോകാനായി തീരുമാനിക്കുകയാണ്. എന്നാൽ അവളെ അവിടെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? ഡോക്ടർ ബേക്കിന്റെ യഥാർത്ഥ പദ്ധതി എന്താണ്? ജായൂണിന് അവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടാൻ കഴിയുമോ അതോ ഇല്ലേ? ഇതെല്ലാം ക്ലൈമാക്സിനൊപ്പം അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അപ്പോഴേക്കും ബൈ.